ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എന്നാൽ ഒരു പറമ്പുണ്ട്, കൃഷി ചെയ്യുന്നൊരു പറമ്പുണ്ട്. എന്നാൽ അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം, അവിടെ എങ്ങനെയുണ്ട്, വല്ല നാളികേരം എന്തെങ്കിലും വീണിട്ടുണ്ടോ ഇല്ലെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. ഇവിടുന്ന് പോകുമ്പോൾ നല്ല രീതിയിലാണ് പോയത്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേന് ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ട് മഴ ചെറുതായിട്ട് പെയ്തിട്ടുള്ളൂ. എന്നാലും ഞാനത് കണക്കെടുക്കാതെ കണ്ട് പുല്ലൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട്. കത്തിയുമായിട്ടാണ് പോയിരിക്കുന്നത്. കത്തി കൊണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു വെട്ടിക്കളയുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ പോയി നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല. പിന്നെ അവസാനം കുറച്ചും കൂടി ഒന്ന് ഫുള്ളായിട്ടുള്ളവിടെ നോക്കാം, ഇല്ലെങ്കിൽ ഒരു 75% നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു 3-4 നാളികേരം പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നു. പുല്ലുകൾ വെട്ടിത്തെളിച്ചപ്പോഴാണ് അത് കിട്ടിയത്. അങ്ങനെ ഇടയ്ക്കിപ്പോൾ ഭയങ്കരമായിട്ട് മഴ അങ്ങനെ വീണു. അപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ, നമ്മൾ വേഗം അവിടുന്ന് തടി തപ്പി പെട്ടെന്ന് അവിടുന്ന് ഇങ്ങോട്ട് പോരുക ഉണ്ടായത്. ഇവിടെ വന്ന് നല്ലോണം നനഞ്ഞ് ഇതായി കഴിഞ്ഞപ്പോൾ എന്നാൽ എല്ലാം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കുണ്ടായ ഒരു അനുഭവമാണ്. എന്നിട്ട് വന്ന് ഡ്രസ്സുകളെല്ലാം ഒന്ന് മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീഡിയോ ആക്കിയതാണ്. അങ്ങനെ എനിക്ക് വീഡിയോയിൽ നിങ്ങളോട് കുറച്ച് കഥകളൊക്കെ പറയാനുണ്ട്. എന്താ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒറ്റപ്പാലത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് റിട്ടയർഡ് ആയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ പിന്നെ സ്ഥലം എന്തായാലും മാറണമല്ലോ, റിട്ടയർഡായി കഴിഞ്ഞാൽ പോരണമല്ലോ, പത്തനംതിട്ടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. നോക്കുമ്പം പിന്നെ മോളിവിടെ തൃപ്രയാർ കല്യാണം കഴിച്ചതുകൊണ്ട് അവളൊരു ഡോക്ടറുമാണല്ലോ. അപ്പോൾ അത് കാരണം അവൾക്ക് നമ്മുടെ അടുത്തേക്കൊന്നും പെട്ടെന്നൊന്നും വരാനും എടുക്കാനും എനിക്ക് അവളുടെ അടുത്തേക്ക് പോകാനൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ എന്തോ ചെയ്തു, എന്നാൽ എൻ്റെ ഭഗവാനെ, എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് ആ മണ്ണിലൊരിത്തിരി മണ്ണെനിക്ക് ശരിയാക്കി തരണേ എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ റിട്ടയർഡ് ആകാറായപ്പോഴത്തേക്കിനും നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഗുരുവായൂരൊരു ബ്രോക്കറുണ്ട്. ബ്രോക്കറെന്ന് പറഞ്ഞാൽ ആൾ ദേവസ്വത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ആൾ ബ്രോക്കറും കൂടിയാണ്, ആളോടൊന്ന് പറഞ്ഞു നോക്കൂ, പിന്നെ അപ്പം നമ്പർ തരാമെന്ന് പറഞ്ഞ് നമ്പർ തന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് നോക്കിയപ്പം, വന്നോളൂ മാഡം, മോനെയും കൂട്ടിയിട്ട് വന്നോളൂ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോൻ അന്ന് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ മോൻ ഒറ്റപ്പാലത്ത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ നമുക്കിങ്ങനെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരു 8-9 സ്ഥലത്തോളം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാരും കൂടിയിട്ട് കണ്ട് വെച്ചിരുന്നു. ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയി പലതും കണ്ടു. ഗുരുവായൂർ മുതൽ ഇങ്ങോട്ട് പല സ്ഥലങ്ങളും കണ്ടു. നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവസാനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ കഥ പറയുമ്പോൾ അവസാനത്തെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 9ാമത്തെ സ്ഥലമാണ്. കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആരോ പറയുകയാണ്, ഇതെടുത്തോ ഇങ്ങനെ പറയുകയാണ്. അപ്പം മോനും ഉണ്ടായത്രേ അങ്ങനത്തെ അനുഭവം. അപ്പോൾ ഇത് കണ്ടാൽ അന്നേരമൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല, കാരണം പണി ഇതായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 3 കൊല്ലമായി അവർ പണി തീരുന്നതിന് മുമ്പ് അവർ താമസിച്ച ലോൺ എടുത്തിട്ട് വീട് വെച്ചതാണ്. അപ്പോൾ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾക്കതങ്ങോട്ട് പെട്ടെന്ന് പിടിക്കില്ല. എന്നിരുന്നാലും നമുക്കിങ്ങനെ ഒരു ഉള്ളുവിളി പോലെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നാൽ ശരി, രാത്രിയായപ്പം എന്നിട്ട് മോളുടെ അടുത്തേക്കാണ് പോയത്, തൃപ്രയാറിന്. അവിടുന്ന് രാത്രിയായപ്പോഴത്തേന് ഇപ്പോൾ ആ കുട്ടികൾ വിളിച്ച് ചോദിച്ചു, മാഡം ഇഷ്ടപ്പെട്ടോ, എങ്കിൽ നമുക്ക് ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു, എന്നാൽ നമുക്ക് അത് തന്നെ എടുക്കാം, നമുക്ക്
പണിഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സ്ഥലവും വീടും നമ്മൾ എടുക്കുകയാണ്. എടുത്തിട്ട് അവർ അഡ്വാൻസ് കൊടുത്തു. പിറ്റേ ദിവസം വന്നിട്ട് ആ പിള്ളേർക്ക് അഡ്വാൻസ് കൊടുത്ത പൈസ തിരിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഒറ്റപ്പാലത്തേക്ക് നമ്മൾ പോയത്. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു നല്ല ന്യൂസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ഒരുപാട് വിദ്യകളുണ്ട്. പല കാര്യങ്ങൾക്കും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് ആൾ. ഇന്ന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി രാത്രിയാകുമ്പോൾ ഭഗവാനെ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ഒന്ന് എണ്ണിപ്പെറുക്കി മൂപ്പരോടൊന്ന് വിഷമങ്ങൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പം നേരം വെളുക്കുമ്പം നമുക്ക് ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരുന്നു. അങ്ങനത്തെ ഒരാളാണ്. എല്ലാവരും കേൾക്കുമ്പോൾ വേണമെങ്കിൽ വിചാരിക്കും ഇത് വെറുതെ പറയുന്നതായിരിക്കും. ഇത് വെറുതെ അല്ല, നമ്മുടെ സത്യാവസ്ഥ അനുഭവമാണ് ഈ പറയുന്നത്. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം. ഓക്കെ, അതുകൊണ്ട് ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വീഡിയോ കാണണം, കാര്യങ്ങളൊക്കെ കേൾക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.